എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഞാനൊരു യാത്രയിലായിരുന്നു, കുറച്ച് തീർത്ഥാടനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഗ്രീൻ താര മന്ത്രം, ഞാൻ പണ്ട് ഒരുപാട് മന്ത്രങ്ങൾ ഇടുമായിരുന്നു, അബണ്ടൻസ്, സമൃദ്ധി മാനിഫെസ്റ്റ് ചെയ്യാനും ഒക്കെ. ഇപ്പം അത് കുറവാണ് എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ടി ഉള്ളൊരു മന്ത്രമാണ്. എങ്ങനെയാണ് നമുക്കൊരു സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാവുക, എങ്ങനെയാണ് ജീവിതത്തിൽ സമൃദ്ധി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇത് നമ്മളിന്ന് പറയുന്ന യെല്ലോ താര, ഗ്രീൻ താര മന്ത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഗ്രീൻ താര മന്ത്രം, ഗ്രീൻ താര മന്ത്രം പോലെ തന്നെ താര 21 താരയുണ്ട്. ബുദ്ധിസത്തിലാണ്, ടിബറ്റൻ ബുദ്ധിസത്തിലാണ്. അപ്പോൾ ഈ ഗ്രീൻ താര, യെല്ലോ താര മന്ത്രം ആണ് നമ്മളിന്ന് പറയുന്നത്. യെല്ലോ താര മന്ത്രം അബണ്ടൻസിനെ ആണ് കൂടുതൽ, സമൃദ്ധി, ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവുക, എല്ലാത്തിലും ഭൗതികമായിട്ടും ആത്മീയമായിട്ടുമുള്ള സമൃദ്ധി, നമ്മളുടെ ആ ഒരു ജീവിതത്തിലൊരു പുഷ്ടി ഉണ്ടാവുക, എല്ലാ മേഖലയിലും ഒരു പുഷ്ടി, എല്ലാത്തിലും ഒരു സമൃദ്ധി എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നവർക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, പ്രൊവൈഡഡ് അവർ റാഡിക്കൽ ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക്. അതായത് വെറുതെ നമ്മളൊരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പുഷ്ടി ഉണ്ടാവില്ല. മന്ത്രത്തിനോടൊപ്പം തന്നെ പ്രവൃത്തിയും അതേപോലെ നന്ദി ഭാവം, ഗ്രാറ്റിറ്റ്യൂഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ആ യെല്ലോ താര മന്ത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. യെല്ലോ താര മന്ത്രം: ഓം താരേ തുത്താരേ തുരേ പുഷ്ടിം കുരു സോഹ. ഓം താരേ, ഫസ്റ്റ് താരേ എന്ന് പറയുന്നത് ആ ഒരു ലിബറേറ്റർ, നമ്മളെ എല്ലാത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്ന, എല്ലാ സഫറിങ്ങിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ആ ദേവി താരേ. തുത്താരേ, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന. തുരേ, തുരേ എന്ന് പറയുന്നത് സക്സസ് ഗ്രാൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാവം. അപ്പോൾ ഈ ഓം താരേ തുത്താരേ തുരേ പുഷ്ടിം, പുഷ്ടിം പുഷ്ടി, ജീവിതത്തിലൊരു പുഷ്ടി ഉണ്ടാവണേ, പുഷ്ടിം കുരു സ്വഹ. അപ്പോൾ ഇത് എല്ലാ ദിവസവും രാവിലെ ഗ്രീൻ താരമന്ത്രം എങ്ങനെയാണോ ജപിക്കുന്നത്, അതേപോലെ തന്നെ രാവിലെ 108 തവണ ആണ് ജപിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ജപിക്കാം. അപ്പോൾ ഇത് ജപിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രീൻ താരയുടെ ആ ഒരു രൂപം നമ്മളുടെ നെറ്റിയുടെ നേർക്കായിട്ട് നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ചാണ് നയിക്കുന്നത്. നമ്മളിത് ദീക്ഷ ഇല്ലാതെയാണ് ജപിക്കുന്നത്. നമുക്ക് ദീക്ഷാമന്ത്രമുണ്ട്, ദീക്ഷ ഇല്ലാതെയുള്ളതുണ്ട്. ദീക്ഷ നമ്മൾ ടിബറ്റൻ ബുദ്ധിസത്തിൽ ദീക്ഷ എടുക്കുമ്പോൾ, അപ്പോൾ ദീക്ഷ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ദേവിയായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് ജപിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദേവതയായിട്ട് നമ്മൾ സ്വയം സങ്കല്പിച്ചിട്ടാണ് ജപിക്കുന്നത്. അപ്പോൾ ദീക്ഷ എടുക്കാത്തപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു ദേവതയെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ജപിക്കുന്നത്. അപ്പോൾ എല്ലാ മന്ത്രവും ഒരിക്കലും നമുക്ക് ദീക്ഷയില്ലാതെ ചൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഈ ചാനലിലിടുന്ന എല്ലാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത് ദീക്ഷ വേണോ, ദീക്ഷ. ഈ ചാനലിലിടുന്നതൊന്നും ദീക്ഷ വേണ്ടാത്തതാണ്. ദീക്ഷ വേണ്ടാത്തതെന്നല്ല, ദീക്ഷ നിർബന്ധമില്ലാത്തതാണ്. ദീക്ഷ എടുത്ത് നമുക്ക് എല്ലാ മന്ത്രവും ചൊല്ലാം. ഈവൻ നമ്മൾ ഈ ചൊല്ലുന്ന ഈ സിമ്പിൾ മന്ത്രങ്ങൾ പോലും നമുക്ക് ദീക്ഷ സ്വീകരിച്ച് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഓം നമഃ ശിവായ പോലും ദീക്ഷ എടുക്കുന്നവരുണ്ട്, ദീക്ഷ സ്വീകരിച്ചത് ജപിക്കുന്നവരുണ്ട്. അപ്പോൾ പല രീതിയിലും ചൊല്ലാം. അപ്പോൾ ഇത് ദീക്ഷ സ്വീകരിച്ചും സ്വീകരിക്കാതെയും ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ദീക്ഷ സ്വീകരിക്കാത്തവരാണെങ്കിൽ നമ്മൾ മുമ്പിൽ ആ ഒരു ദേവി നിൽക്കുന്നതായി സങ്കല്പിച്ച്, യെല്ലോ താര ദേവി സങ്കല്പിച്ച് നമ്മൾ ഓം താരേ തുത്താരേ തുരേ പുഷ്ടിം കുരു സ്വഹ. ഓം താരേ തുത്താരേ തുരേ പുഷ്ടിം കുരു സ്വഹ. ഓം താരേ തുത്താരേ തുരേ പുഷ്ടിം കുരു സ്വഹ. ഇങ്ങനെ നമ്മൾ ജപിക്കാം. കണ്ണുകൾ അടച്ച് ആ സങ്കല്പത്തിൽ നമ്മൾ സങ്കല്പിക്കേണ്ട എന്താണ്, നമ്മളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി കടന്നു വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. കാരണം സങ്കല്പശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി, അല്ലേ? ഇമാജിനേഷൻ ഇസ് മോർ പവർഫുൾ ദാൻ ഇൻ്റലിജൻസ് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഇമാജിനേഷൻ, വിഷ്വലൈസേഷനാണ് നമ്മളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തി, ഏറ്റവും വലിയ ശക്തി എന്നല്ല.
അപ്പോൾ ആ വിഷ്വലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആ ഒരു സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു, നമുക്കൊരുപാട് പണം വരുന്നു, നമുക്കൊരുപാട് ധാന്യങ്ങൾ വരുന്നു, നമുക്കൊരുപാട് ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഇതൊക്കെ നമുക്ക് നമ്മളുടെ ക്രിയേറ്റീവായിട്ട് നമ്മളുടെ സൃഷ്ടിപരതയെ നമ്മളവിടെ കൊണ്ടുവരണം. ആ സൃഷ്ടിപരമായിട്ട് നമ്മളവിടെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നമ്മൾ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളിത് എന്തിനാണ് ചെയ്യുന്നത്, സൈക്കോളജിക്കലി തന്നെ ചിന്തിച്ച് നോക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അബണ്ടൻസ് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മളുടെ ബ്രെയിൻ, നമ്മളുടെ എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് വരും. ഇത് നമ്മളിതിനു വേണ്ടിയാണ് ചെയ്യുന്ന, ആ ഒരു സഹായം ഉണ്ടാകും എന്നുള്ള ഉണ്ടാകത്തില്ല എന്നല്ല, ഉണ്ടാകും, സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവുകയും, കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസ്, നമ്മളുടെ മുമ്പിൽ ഓൾറെഡി തുറന്ന് കിടക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് തുറക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. കാരണം നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ട് ഒരു ഹോപ്പും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഒരു ഓപ്പർച്യൂണിറ്റി പോയാൽ പോലും നമ്മളത് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ കണ്ണ് തുറക്കത്തില്ല, അല്ലേ? പക്ഷേ നമ്മളൊരു ഹോപ്പിൽ നിന്നുകൊണ്ട് നമ്മളത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റീസ് വരെ നമുക്കൊരു വലിയ എന്താ പറയുക, ഒരു ഹോപ്പായിട്ട് നമുക്കത് മാറും. അത് ചില ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ വലിയ വലിയ ബിസിനസ്സുകാരുടെയും ഒക്കെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു കാര്യത്തിൽ നിന്നാണ് നമുക്ക് വലിയ കാര്യങ്ങൾ നേടുന്നത്. അപ്പോൾ ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റിയും നമ്മളത് വെറുതെ വിടരുത്. അപ്പോൾ ഗ്രേസ്, ഞാനത് സൈക്കോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ആ ഗ്രേസ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ഒരാൾ വന്ന് ഒരു കൂമ്പാരം പൈസ, ഒരു ട്രക്ക് ലോഡ് നമ്മുടെ വീട്ടിൽ ഇറക്കി തരത്തില്ല, അല്ലേ? നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ആക്ഷൻ എടുക്കുക. റാഡിക്കൽ ആക്ഷൻ എന്ന് പറയും. റാഡിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിന് പ്രവർത്തിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട്, ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാൾക്കും റിസൾട്ട് ഉണ്ടാവില്ല. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക്, അല്ലേ? സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് കൂടുതലും സ്മാർട്ട് വർക്കാണ് ഹാർഡ് വർക്കിനേക്കാളും, അല്ലേ, ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് പേര്, ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട്, പക്ഷേ സ്മാർട്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ ചില കടയിലൊക്കെ കണ്ടിട്ടില്ല, ഒരുപാട് കണക്ക് എഴുതി കുഴയുന്നത്. അതൊരു കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കമ്പ്യൂട്ടറൈസ് ചെയ്യുക. അത് എപ്പോൾ വേണമെങ്കിലും ഒരു കണക്ക് എടുക്കണമെങ്കിൽ അത് വീണ്ടും എടുക്കാം, അല്ലേ? പെട്ടെന്ന് ആ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പക്ഷേ മറ്റേതാണെങ്കിലോ ഒരുപാട് ഡേറ്റകൾ എടുക്കേണ്ടി വരും. ഒരാളുടെ കണക്ക് എടുക്കണമെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഇരുന്ന് തപ്പണം. അപ്പോൾ അതാണ് ഹാർഡ് വർക്ക്. ഒരിക്കലും എപ്പോഴും ഹാർഡ് വർക്ക് അല്ല ഇമ്പോർട്ടൻറ്റ്. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ഒന്നുമല്ല, സ്മാർട്ട് വർക്കാണ് നമ്മൾ മുന്നിട്ട് നിൽക്കേണ്ടത്. സ്മാർട്ട് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ ജപിക്കാം. ഇത് എല്ലാ ദിവസവും ജപിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. മാറ്റങ്ങൾ ജപിക്കുമ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് സങ്കല്പശക്തി വളരെ പ്രധാനമാണ്, മന്ത്രശക്തി വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ഗ്രേസ്, ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ തിരിച്ചറിയാനുള്ള ആ ഒരു കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ വീഡിയോ ചില ആൾക്കാർ വീഡിയോ കണ്ട് നന്നായിട്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യും, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടമുള്ളവർ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വീഡിയോകൾ എത്തിച്ചേരും, പുതിയ വീഡിയോ എല്ലാം ഈ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. ഓക്കെ, താങ്ക് യു.